ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ ഗായ്സ്. തൃശ്ശൂർ പൂരം പ്രമാണിച്ച് എക്സിബിഷനൊക്കെ നടക്കുമല്ലേ, അപ്പോൾ നമ്മുടെ എക്സിബിഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഏട്ടനുണ്ടല്ലോ, അപ്പോൾ ആളുടെ ഫ്രണ്ടൊക്കെ പറഞ്ഞ് നമുക്ക് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, ഏട്ടൻ്റെ സിവിലൊക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സൊക്കെ കൂടി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചില്ലടിച്ചിരുന്ന് വർത്താനം പറഞ്ഞു. ടൈം ലേറ്റ് ആയത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 2-2:15 ടൈം ആയിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. അതിൽ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് എക്സിബിഷനിൽ കയറാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇത്ര നേരമില്ലാത്ത മഴക്കാരായിരുന്നു കേട്ടോ ഈ ടൈമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റോഡിന് അപ്പുറത്തൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാണ്ട് അതിൻ്റെ അടിക്കോടെ പോയില്ല. ഇനി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഇരിക്കാനായിട്ട് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തെ ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരും കൂടിയിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പൂസിനെ സൈഡിൽ ഇരുത്തേക്കാണ് കേട്ടോ, അവൻ്റെ പാലും കുപ്പി കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ നമ്മൾ സൈഡിൽ അവനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഊണ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ടൈം ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഊണിൻ്റെ സമയമല്ല, ആകെ കൂടി ഉള്ളത് ദമ്മാണെന്ന് പറഞ്ഞു. അപ്പോൾ ദം ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നല്ല തകർത്ത് മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് മാനൊക്കെ ഒന്ന് വെളുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാണ് കേട്ടോ. നമ്മൾ എക്സിബിഷന് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. പുറമേ നോക്കിയപ്പോൾ അങ്ങനെ ക്യൂ ഒന്നും കാണാണ്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ എക്സിബിഷൻ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ദാണ്ടേ അങ്ങോട്ട് നോക്കുക ഗൈസ്, നല്ല തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്താൽ മതി, നമ്മളെ ബാക്കിൽ നിന്ന് തള്ളി തള്ളി അങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ നമ്മൾ നടന്നു പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് പകുതി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ഭാഗത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു, എന്നാൽ കുറേ ഭാഗത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മുടെ ബെഡ്ഷീറ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രാജസ്ഥാനി ബെഡ്ഷീറ്റൊക്കെ ഇവിടെ കിട്ടുമല്ലോ. പക്ഷേ നല്ല പ്രൈസാണ് കേട്ടോ, നല്ല റേറ്റാണ് അവർ പറയണേ. ഞങ്ങൾ ബെഡ്ഷീറ്റ് നോക്കി, പക്ഷെ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല റേറ്റ് പറയണ്ടേ. ഒരു 2 പില്ലോ കവറിന് 100 രൂപയ്ക്കാണ് അവർ പറയണേ. പിന്നെ ബെഡ്ഷീറ്റ് നല്ല കാശുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മുടെ അപ്പൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പൂസ് ഉറങ്ങിയത് കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ടേ അവനങ്ങനെ എടുക്കണതൊന്നും ഇഷ്ടമില്ല കേട്ടോ. അവനിപ്പോൾ താഴെ ഇറങ്ങി ഓടിക്കളിക്കണം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഭരണികളൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചില്ലെങ്കിലും പോയിക്കൊന്ന് തുറന്നു നോക്കട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ കൈ കൊണ്ട് തട്ടി വീഴുമ്പോൾ അവൻ ഞങ്ങൾ നീങ്ങിയാണ് കേട്ടോ നടന്നിരുന്നത്. ഇത് കാശ് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ സെക്ഷൻ കണ്ടിരുന്നു. ഡ്രസ്സുകളുടെ സെക്ഷനിലും ചിലതിലൊക്കെ റേറ്റ് കുറവുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല റേറ്റൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. ഇയാളെ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ. ഈ മിഠായികളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല കേട്ടോ. ഈ മാങ്കോയുടെ മിഠായി ഉണ്ടല്ലോ, ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കടകളിലൊന്നും അത് കാണാനേ കിട്ടാറില്ല. അതേപോലെ തന്നെ ഈ ഗോൾഡിൻ്റെ സ്ക്വയർ ഷേപ്പുള്ള മിഠായിയൊക്കെ എന്തോരം നാളായി കണ്ടിട്ട്. അതേപോലെ തന്നെ കോയിൻസിൻ്റെ മിഠായികളൊക്കെ ഇങ്ങനെ വല്ല എക്സിബിഷനൊക്കെ ഇത് കാണാറുള്ളൂ കേട്ടോ. അങ്ങനെ കടകളിലൊന്നും ഞാൻ കണ്ടിട്ട് കുറേ നാളായി. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി നടക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ റേറ്റ് കുറവിലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ നോക്കി എടുക്കണം. പിന്നെ ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് അവർ വെച്ചേക്കാണ്. 350 രൂപയ്ക്ക് ഒരു ടോപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അന്നാ ടോപ്പിന് അത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ 250 റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് അത്രയും റേറ്റിനുള്ളത് ഉണ്ടാവില്ല. പിന്നെ ഈ ബുദ്ധൻ്റെ ഈ തലാട്ടതൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു ഫ്രെയിമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രെയിമൊക്കെ അത്യാവശ്യം നല്ല ലാഭത്തിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നോക്കി നടക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഗായ്സ്. നല്ല തിരക്കായതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ പെട്ടെന്ന് നമുക്കതിന് പോകാനും പറ്റണില്ല, തിങ്ങി നിരങ്ങിയല്ലേ പോകാനും പറ്റണുള്ളൂ. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതല്ലെങ്കിൽ കുറേ അങ്ങോട്ട് കറങ്ങിയൊക്കെ വരണം. ഇവിടെ നിന്ന് പിന്നെ കുറച്ച് നടന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകണത് അറിയില്ല കേട്ടോ ഗായ്സ്. കുറേ നടന്ന് കാണാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഈ മഴക്കാലമുള്ളത് കൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഒരു കുട്ടി ആനനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ആനയുടെ കറക്റ്റ് വെയിറ്റ് പ്രവചിക്കുന്ന ആൾക്ക്, ഇൻസ്റ്റയിൽ പോയി പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് സമ്മാനമൊക്കെ ഉണ്ടെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോർഡിൽ. അങ്ങനെ കുറേ പേരൊക്കെ അതിൻ്റെ നോക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കൂപ്പൺ ബോക്സ് ഉണ്ട്. അപ്പോൾ നമ്മളും കൂപ്പൺ എഴുതിയിട്ടു, എല്ലാവരും എഴുതിയിട്ട് കണ്ടപ്പോൾ നമ്മളും കൂപ്പണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു എന്നാലും ആ ആനക്കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി. അപ്പോൾ അവിടെ അടുത്തൊരു മാൻകുട്ടിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൂസിനെ നമ്മളവിടെ കുറച്ച് നേരം അവിടെ കയറ്റിയിരുത്തിട്ടുണ്ടായിരുന്നു. Minute ya, Pusin. Dena, NCC യുടെ ഫുൾ ഫോം. ലാസ്റ്റ് എന്താ പറയുന്നത്? അപ്പോൾ ഗൈസ് നമ്മളിത് എക്സിബിഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഭാഗം കേട്ടോ. അപ്പോൾ എക്സിബിഷൻ കുറേ നടക്കാനായിട്ട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പകുതിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നിനും അങ്ങനെ സമ്മതിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിത് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു പരിപാടി നടക്കായിരുന്നു കേട്ടോ. നമ്മുടെ റോഡിൽ ഇന്ന് എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ, തൃശ്ശൂർ ഗ്രൗണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. വണ്ടികളൊന്നും കടത്തിവിടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു, ഒരു 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം വണ്ടികളൊക്കെ ഒന്ന് കടത്തി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.